ഇന്നത്തെ മാച്ചുകളിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാച്ച് റൗണ്ട് ഓഫ് 16ത്തെ മോസ്റ്റ് അവൈറ്റഡ് മാച്ച് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. പോർച്ചുഗൽ നമുക്കറിയാം ഈ റൗണ്ട് ഓഫ് 16 വരെ എത്തിയത് പല മാച്ചുകളിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ്. അവരുടെ മിഡ്ഫീൽഡിന് ഇപ്പോഴും ഒരു താളം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ബ്രൂണോ, വിട്ടീഞ്ഞ, ജാവോ നെവസ് പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് മിഡ്ഫീൽഡിൽ നല്ലൊരു കോമ്പിനേഷനോ ഡോമിനേറ്റിംഗ് ആയി പല മാച്ചുകളിലും കളിക്കാനോ പലപ്പോഴും പറ്റിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് ക്രൊയേഷ്യ ആയിട്ടാണെങ്കിൽ പോലും പലപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നേരെ തിരിച്ച് സ്പെയിൻ ആണെങ്കിൽ ഫസ്റ്റ് മാച്ച് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പിന്നീട് വന്ന മാച്ചുകളിലൊക്കെ അവർ പയ്യെ പയ്യെ മാച്ച് ഡോമിനേറ്റ് ചെയ്യണതാണ് കണ്ടത്. അവരുടെ കോച്ച് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് പറഞ്ഞ പോലെ തന്നെ പിന്നെ വേറൊരു മുഖമാണ് പിന്നീട് അതിന് ശേഷം സ്പെയിനിൻ്റെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മാച്ചിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടും ഇതുവരെ ഇപ്പോഴുള്ള ഫോം വെച്ച് നോക്കുമ്പോൾ സ്പെയിൻ തന്നെയാണ് ബെറ്റർ ചാൻസസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു ഡ്രോയിൽ അവസാനിച്ചുകൊണ്ട് പെനാൾട്ടിക്ക് പോവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അടുത്തൊരു മാച്ച് വരുന്നത് USA വേഴ്സസ് ബെൽജിയാണ്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാച്ചുകളിലൊന്നാണ്. കാരണം രണ്ട് ടീമിനും അവരുടേതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. നമുക്കറിയാം USA ഇപ്പോൾ സ്ട്രൈക്കറായിട്ടുള്ള വോളോഗൻ കഴിഞ്ഞ മാച്ചിൽ റെഡ് കാർഡ് വാങ്ങിച്ച് പോയത് അവർക്കൊരു വീക്ക്നെസ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാച്ചിലേക്ക് വരുമ്പോൾ ബെൽജിയത്തിന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 2-1 ബെൽജിയം ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയുള്ള മാച്ചുകളിലത്തെ ഫോമൊന്നും നോക്കണ്ട, അവരുടെ ടീമിന് ആ ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാവുന്ന ഒരു സ്ക്വാഡ് ക്വാളിറ്റി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.